ഓക്കെ സാർ, എൻ്റെ പേര് വേണു നായർ ആർ. ഞാൻ ആറ്റിങ്ങൽ പ്രൊബേഷൻ ഓഫീസറായിട്ടാണ്, ഗ്രേഡ് 2 ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനമാണ് നമ്മൾ പ്രൊബേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഡിസംബർ 4 വരെയുള്ള ആഴ്ചക്കാലം പ്രൊബേഷൻ പക്ഷാചരണമായിട്ട് ആചരിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലാ പ്രൊബേഷൻ ഓഫീസുകൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നിയമത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസും പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നമ്മുടെ ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും നേർവഴി പ്രോജക്റ്റുമായി സഹകരിച്ച് ഇത്തരത്തിലുള്ളൊരു പരിപാടി കുറച്ച് ദിവസമായി ഇതിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരിപാടിയിൽ നമ്മുടെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 സംബന്ധിച്ച് കൂടുതൽ നമ്മുടെ പഠിതാക്കൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ സുഹൃത്ത് കുമാർ സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ നിയമങ്ങളെ സംബന്ധിച്ചും സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന കോടതി വിധികളെ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും തൻ്റെ അഭിപ്രായം വ്യക്തവും ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കുകയും ഈ മേഖലയെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോടെയും അതേപോലെ കൗതുകത്തോടെയും സമീപിക്കുകയും നിയമനീതി സംവിധാനങ്ങളെക്കുറിച്ച് സവിസ്തരം എഴുതുകയും ഒക്കെ ചെയ്യുന്ന കെൽസയുടെ മെമ്പർ കൂടിയായിട്ടുള്ള സുഹൃത്തുമാർ സാറാണ് ഇന്ന് ഇവിടെ പ്രമുഖമായ പ്രഭാഷണം നടത്തുന്നത്. അത് നമ്മുടെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 സംബന്ധിച്ചാണ്. നമുക്കറിയാം ഈ മേഖലയിൽ ഈ നമ്മളെയൊക്കെ നയിക്കുന്ന ഈ നിയമമാണ്. നിർഭാഗ്യവശാൽ ഈ നിയമത്തിന് വളരെയധികം റീച്ച് നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ എന്നാണ്. 58 ഉണ്ടാക്കിയൊരു നിയമം ഇത്രയും കാലമായിട്ടും ഇൻ കേസ് ഞാൻ ഈ സർവീസിൽ ഈ മേഖലയിൽ വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ സമൂഹത്തിലെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതിനൊരു ഔട്ട്റീച്ച് ഇതുവരെ എത്താത്ത സാഹചര്യത്തിലാണ് ഇത്തരം പരിപാടികളിലൂടെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് പഠിതാക്കൾക്കെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് ഈ പരിപാടിയിലെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന സുഹൃത്ത് കുമാർ സാറിനെ വളരെ ആദരവോടുകൂടി പത്തനംതിട്ട DPOയ്ക്ക് വേണ്ടിയും കെൽസയ്ക്ക് വേണ്ടിയും പിന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ പഠിതാക്കൾക്ക് വേണ്ടിയും സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. പിന്നെ ഇത് കമ്പയർ ചെയ്യുന്നത് അബ്ജാശ്രീ രാജ അബ്ബാസ് എന്നാണ് ഇതിനകത്ത് എനിക്ക് അറിയിപ്പ് വന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് അനു അന്ന ബേബിയാണ്. അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കുന്നത് ജോമോളാണ്. ജോമോളെ വളരെയധികം സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഇപ്പം ഏകദേശം 55ഓളം പേരാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു വെബിനാർ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം തൽപരരായിട്ടുള്ള ഒത്തിരിയധികം പേരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യാവസാനം വരെ വളരെ താല്പര്യത്തോടു കൂടി, അതായത് ഒരു പഠിതാവിൻ്റെതായ ജിജ്ഞാസയും കൗതുകത്തോടു കൂടിയൊക്കെ ഇതിന് ആദ്യാവസാനം വരെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള 54ഓളം പേരും ഇനി വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു പഠിതാക്കളെയും, അതെന്ന് പറയുമ്പോൾ പോലീസിൽ നിന്നുണ്ട്, അതേപോലെ കെൽസയിലെ കൗൺസിലേഴ്സ് ഉണ്ട്, നമ്മളെ വകുപ്പിലെ ജീവനക്കാരുണ്ട്. ഇങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും പത്തനംതിട്ട DPOയ്ക്ക് വേണ്ടിയും അതേപോലെ കെൽസയ്ക്ക് വേണ്ടിയും സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ലെക്ചർ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ആൻഡ് ഓവർവ്യൂ
എന്ന വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംവദിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സൂരജ് സാറാണ്, ഡോക്ടർ സൂരജ് കുമാർ സർ. അദ്ദേഹം കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ അംഗമാണ്. അദ്ദേഹം ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്തെ പൂർവാധ്യാപകനായിരുന്നു. ഏറെ സ്നേഹത്തോടെ സൂരജ് സാറിനെ ക്ലാസ് നയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സർ. സൂരജ് സാർ മ്യൂട്ട് ചെയ്തിരിക്കുക സർ. എന്റെ വൈദഗ്ധ്യം മനസ്സിലായില്ലേ ഈ മേഖലയില്? ജോമോളാൻ എന്റെ വൈദഗ്ധ്യം പിടികിട്ടിയല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ശരി. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വളരെ പരിമിതമായ ജ്ഞാനം മാത്രമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തടസ്സമോ പ്രയാസമോ ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം. ബാക്കി കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാൽ മതി. എന്നാലും കിട്ടുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഈ വിഷയം ഒന്ന് പരാമർശിച്ച് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ 2 ദിവസം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ, ശുവേണു നായർ സൂചിപ്പിച്ച പോലെ, ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന യോഗങ്ങളിൽ ഇതേ മാധ്യമം ഉപയോഗിച്ച് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അവിടെ നടന്ന ചർച്ചകൾ ഞാനിങ്ങനെ സശ്രദ്ധം കേൾക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ ഒരു പഠന പരിപാടി കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രൊബേഷന്റെ ചുമതല വഹിക്കുന്ന സുഹൃത്തുക്കളാണ് അതിന് മുൻകൈ എടുക്കുന്നത്. സ്വാഭാവികമായും മറ്റ് ജില്ലകളിലേക്കും ഇത് എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ ഏറെയും കുറഞ്ഞുമായിരിക്കും. ഓരോരുത്തരുടെയും താല്പര്യവും അവരെടുക്കുന്ന പരിശ്രമവും ഒക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിലും പൊതുവിൽ ഒരു നല്ല ഉദ്യമത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്ന ചർച്ച എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വളരെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് 6 മണിക്ക് മറ്റൊരു മീറ്റിംഗ് ഇതേപോലെ തന്നെ ഉണ്ട്, ഒരു പുസ്തകത്തിന്റെ രൂപം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാനൊരു ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അതിന് അകം തീർക്കാം എന്നുള്ള നിലയിലാണ് കരുതുന്നത്. എന്റെ അവതരണത്തിന്റെ സമയം ആ തരത്തിൽ മാറ്റാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ ഏവരും തന്നെ ഇതുമായി ബന്ധമുള്ളവരോ കൈകാര്യം ചെയ്യുന്നവരോ ഒക്കെയാണ്. അതുകൊണ്ടൊരു പുതിയ വിഷയം അല്ല എന്നെനിക്കറിയാം. എങ്കിലും ചില പുതിയ ആശയങ്ങളെങ്കിലും മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ എടുക്കുന്ന ഒരു പരിശ്രമം. അത് നിങ്ങൾക്ക് എത്ര കണ്ട് ഗുണപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഗുണപ്പെട്ടില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമാണ്. അല്പമെങ്കിലും നിങ്ങൾക്ക് മെച്ചം കിട്ടിയെങ്കിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളൂ. എവിടെ നിന്നാണ് നമ്മൾ ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞാനിതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പലരും പ്രഭാഷണം നടത്തുമ്പോൾ പഴയ ചരിത്രത്തിലേക്കൊക്കെ പോകാറുണ്ട്. 1800-കളുടെ മധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇതിനെ ഒരു നിയമം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഇത് പലതരത്തിലുള്ള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട് വന്നെങ്കിൽ പോലും ഒരു അടിസ്ഥാനം എന്ന നിലയിൽ ഞാൻ ഇതിനെ ആശ്രയിക്കുന്നത്, ഒരു തത്വം എന്ന നിലയിൽ ആശ്രയിക്കുന്നത് 1948 മനുഷ്യാവകാശ പ്രഖ്യാപനത്തെയാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, UN ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 3-4 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. മിക്കവാറും ഈ സ്ലൈഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കിട്ടും എന്നുള്ളതുകൊണ്ട് വിശദാംശങ്ങൾ പറയുന്നില്ല. ഇവിടെ ഞാൻ 4 ആർട്ടിക്കിളുകൾ, ഈ UN ഡിക്ലറേഷനിലെ 4 ആർട്ടിക്കിളുകൾ പ്രധാനമായും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ആ 4 ആർട്ടിക്കിളുകൾ ഈ പ്രൊബേഷനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 ആർട്ടിക്കിൾ? 1, റൈറ്റ് ടു ഫ്രീഡം. 2, ടോർച്ചർ, ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ്. 3-മത്തേത് റൈറ്റ് ടു ബി പ്രസ്യൂംഡ് ആസ് ഇന്നസെന്റ്. എപ്പോഴാണോ അയാൾ കുറ്റവാളിയാണോ സ്ഥാപിക്കുന്നത്, ഗിൽറ്റ് സ്ഥാപിക്കുന്നത് വരെ എന്നർത്ഥം. 4-മത്തേത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ പെരുമാറാനുള്ള. ആ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കേവലം സഞ്ചാരം മാത്രമല്ല, ഞാൻ അതിനകത്ത് ഒരു പെരുമാറ്റം എന്നുള്ള വാക്കാണ്, മറ്റുള്ളവരെ പോലെ പെരുമാറാനുള്ള. ഈ 4 പ്രധാനപ്പെട്ട
ഇത് നാലും യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അല്പം വ്യത്യാസം വരുന്നത് ചിലപ്പം ഈ നിരപരാധിയാണ് എന്ന് പ്രൊസ്യൂം ചെയ്യുക എന്നുള്ള ആ ഒരു പ്രൊവിഷൻ മാത്രമാണ്. ബാക്കി മൂന്നും നമ്മുടെ മൗലിക അവകാശ വ്യവസ്ഥയിൽ തന്നെ ഉള്ളതാണ്. അപ്പോ ഞാൻ ആ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്തു, എന്തിനാണ് ഞാൻ ഇതിനെ ആശ്രയിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ, കുറ്റം ചെയ്തു എന്ന് നാം ആരോപിക്കുന്ന ഒരു വ്യക്തിക്ക്, അയാൾ കുറ്റം ചെയ്ത ആളാണ്. അതിന് ഞാൻ പ്രയോഗിക്കുന്ന വാക്ക് കുറ്റസ്ഥാപനം എന്നാണ്. കുറ്റസ്ഥാപനം, ആ കുറ്റസ്ഥാപനം വരെ ഉള്ള ഘട്ടത്തിൽ നമ്മെപ്പോലെ തന്നെ ഒരു സാധാരണ പൗരനായി കഴിയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. കുറ്റസ്ഥാപനം അയാളുടെ മേൽ ചാർത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശിക്ഷയോ മറ്റുപാധികളോ അയാളുടെ മേൽ വരും എന്നുള്ളതുകൊണ്ട് അത് അയാളെ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥമാണ്. അതുവരേക്കും അയാൾക്ക് സാധാരണ. ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ പലപ്പോഴും ഇതിനെതിരായിട്ടുള്ള, ഈ തത്വത്തിനെതിരായിട്ടുള്ള വലിയ വാദവിവാദ കോലാഹലങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് അതെന്ന് പലപ്പോഴും ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ സംശയിക്കാറുണ്ട്. അതൊക്കെ വളരെ ബോധപൂർവം ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്നു. അത് നടത്തുന്നവർക്കും അറിയാം ഇതിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച്, അതിന് ഇരയാകുന്നവർക്കും അറിയാം. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. പ്രവേശനത്തിന്റെ അടിസ്ഥാനം അവിടെയാണ്. രണ്ടാമത്തെ സ്ലൈഡിലേക്ക് നോക്കൂ. എന്താണ് ഇതിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്നുള്ളത്? ഞാൻ എപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാറുള്ള ഒരു കാര്യം, നിയമം പഠിക്കുമ്പോൾ അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സഗൗരവം പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിനെയാണ് നിയമമെന്ന് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് അംഗീകരിക്കുന്ന ഒരു ഫോർമുല അടങ്ങിയിരിക്കുന്ന ഒരു ഘടകത്തെയാണ്. എന്തിനെയോ ആണ് നിയമമെന്ന് അംഗീകരിക്കുന്നത്. അങ്ങനെ ഫോർമുല ഇല്ലാത്ത ഒന്നിനെയും നിയമമായി അംഗീകരിക്കാൻ അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് തയ്യാറല്ല, സന്നദ്ധമല്ല. അല്ലെങ്കിൽ നോർമറ്റീവ് ജൂറിസ്പ്രുഡൻസ് സന്നദ്ധമല്ല. അതുകൊണ്ട് ഏത് നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും അതിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു നിയമ തത്വം, ഒരു സിദ്ധാന്തം ഉണ്ടോ എന്ന് നമ്മളൊരു അന്വേഷണം നടത്തണം. ഞാൻ ഇവിടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, എല്ലാം പറയുന്നില്ല, നീതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിക്ഷാക്രമത്തെ സംബന്ധിച്ച് പല സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം നിങ്ങളുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായും ആ രണ്ടെണ്ണം ഏതൊക്കെയാണ്? റിഫോർമേറ്റീവ് തിയറിയും എക്സ്പിയേറ്ററി തിയറിയുമാണ്. രണ്ട് സിദ്ധാന്തങ്ങൾ. ഒന്ന് റിഫോർമേറ്റീവ് തിയറി, മറ്റേത് എക്സ്പിയേറ്ററി. എന്താണ് ഇതുകൊണ്ട്? ബാക്കി സിദ്ധാന്തങ്ങൾ ഞാൻ വിട്ടുകളയാം, അതർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേറെ പരിശോധിച്ചുണ്ടാവും. അതിന്റെ ലക്ഷ്യം വ്യത്യസ്തമാണ്. ഇത് രണ്ടും സമീപകാലത്ത് അല്ലെങ്കിൽ താരതമ്യേന പിൽക്കാലത്ത് രൂപപ്പെട്ട തത്വങ്ങളാണ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളാണ്. ശിക്ഷാക്രമത്തെ സംബന്ധിച്ചും നീതി നിർവഹണത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ പരിഷ്കൃത സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അതിന്റെ അടിസ്ഥാനം? ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നത് ആ വ്യക്തിയുടെ മാത്രമായ കാരണത്താലല്ല. പല ഘടകങ്ങൾ, പല തരം പഠനങ്ങൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ചിലർ സൂചിപ്പിക്കുന്നത് സമൂഹം ഇവിടെ കുറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വ്യക്തി അറിഞ്ഞോ അറിയാതെയോ സാന്ദർഭികമായി അത് നിർവഹിച്ചു പോകുന്നു എന്ന് മാത്രമേ. വ്യക്തി അല്ല അതിന് ഇടയാക്കുന്നത് എന്ന് പോലും പറയുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ കുറ്റകൃത്യം ഉണ്ട്, കുറ്റകൃത്യ സാധ്യതയുണ്ട്. ഏതോ ആൾ അല്ലെങ്കിൽ ആരോ ഒരാൾ ആ സാധ്യതയിൽ സംഭവിച്ചു പോകുന്നു അല്ലെങ്കിൽ പെട്ടുപോകുന്നു എന്ന് കരുതിയാൽ മതി എന്നുള്ളതാണ്. അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നേക്കാം. അതുകൊണ്ട് അയാളെ തന്നെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിലോ വല്ലാതെ ആക്രമിക്കുന്നതിലോ അർത്ഥമില്ല എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹം കാണുന്നത്. രണ്ട്, ഈ കൃത്യത്തിൽ അയാളെ അല്ല ഊന്നേണ്ടത്, ആ കൃത്യത്തിനെയാണ് ഊന്നേണ്ടത്. രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. രോഗലക്ഷണത്തെയോ രോഗം വഹിക്കുന്ന വ്യക്തിയെയോ അല്ല നമ്മൾ ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. രോഗ കാരണത്തെ, രോഗത്തിന് ഹേതുവാകുന്ന പ്രശ്നത്തെ ആണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അത് പരിഷ്കരിക്കപ്പെടണം, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടണം, അത് പരിഹരിക്കപ്പെടണം എന്നുള്ള തരത്തിലുള്ള സമീപനമാണ് റിഫോർമേറ്റീവ് തിയറി. ആ വ്യക്തിയെ പരിഷ്കരണ വിധേയമാക്കുക, സംസ്കരണ വിധേയമാക്കുക, അങ്ങനെ അയാളെ കുറ്റകൃത്യത്തിൽ നിന്ന്
വിമോചിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ മേലിൽ കൃത്യം ചെയ്യാതിരിക്കുന്നതിന് അയാളെ സജ്ജമാക്കുക എന്നുള്ള ഒരു പരിവർത്തനോന്മുഖമായ ഘടകമാണ് അതിൽ പ്രവർത്തിക്കുന്നത്. എക്സ്പേറ്ററി തിയറിയും ഇതുപോലെ തന്നെയാണ്. അതിലെന്താ സൂചിപ്പിക്കുന്നത്? സ്വയം തിരുത്താനുള്ള സാധ്യത. അതിന്റെ പ്രയോഗത്തിലാണ് മൗലികമായ പ്രശ്നം അല്ലെങ്കിൽ മാറ്റം നമുക്ക് കാണാവുന്നത്. റിഫോർമേറ്റീവ് തിയറിയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള കറക്ഷണൽ മെക്കാനിസം ഉണ്ടാകാം, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കറക്ഷണൽ മെക്കാനിസം ഉണ്ടാകാം. സ്ഥാപനവൽകൃതവും ആകാം, സ്ഥാപനവൽകൃതവും അല്ലാത്തതുമാകാം. രണ്ടു തരത്തിലുള്ള പരിഹാര പ്രക്രിയയിലൂടെ അതിനെ മാറ്റിയെടുക്കുക, പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ തത്വത്തിൽ പറയുന്നത് എന്താ? സ്വയം തിരുത്താൻ. ഞാനൊരു കൃത്യം ചെയ്തു, അതൊരു കുറ്റകൃത്യമാണ് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുകയും അത് സംഭവിക്കാൻ ഇടയാകാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ വീണ്ടും മാറുകയും സ്വയമേവ മാറുകയും ചെയ്യുക. ഞാൻ തന്നെ സ്വയം തിരുത്താനുള്ള ഒരു പ്രക്രിയയിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനെന്നെ പ്രാപ്തമാക്കുക. അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയോട് പരമാവധി ക്ഷമാപൂർവമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് സിദ്ധാന്തങ്ങളാണ്. ഇതിനു പുറമെ വേറെയും ഒത്തിരി കാര്യങ്ങൾ ക്രിമിനോളജിയുടെയും പീനോളജിയുടെയും ഒക്കെ ഭാഗമായിട്ട്, വിക്ടിമോളജിയുടെയും ഒക്കെ ഭാഗമായിട്ട് രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവയെല്ലാം കൂടി ചേർന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൂർണ്ണമായും ചർച്ച ചെയ്യാത്ത മറ്റു സിദ്ധാന്തങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വരാം. അത് നമുക്ക് കൂട്ടിച്ചേർക്കാം എന്ന് ഞാൻ ശ്രമിക്കുക. മൂന്നാമതിലേക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സാധാരണ ചർച്ച ചെയ്തു വരുന്നത് ഈ പ്രൊബേഷനെ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ്. ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പേർത്തും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ബോധ്യം ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പീനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ അല്ല. ഞാൻ അതിനെ ആശ്രയിക്കുന്നത് കൗഡല്യൻ, അർത്ഥശാസ്ത്രകാരനായ കൗഡല്യൻ. അദ്ദേഹം രാജാവിനെ ഉപദേശിക്കുമ്പോൾ, നീതി നിർവഹണത്തെ സംബന്ധിച്ച് ഉപദേശിക്കുമ്പോൾ പ്രയോഗിക്കുന്ന 4 ഘട്ടങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ജൂറിസ് പ്രുഡൻസ് പഠിക്കുമ്പോൾ. സാമം, ദാനം, ഭേദ്യം, ദണ്ഡനം എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. രാജാവിനോട് പറയുന്നതാ, നിങ്ങൾ നീതി നടപ്പാക്കുമ്പോൾ സാമം, ദാനം, ഭേദ്യം, ദണ്ഡനം ആ ക്രമത്തിൽ വേണം, അനുക്രമമായിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിലെ പീനലൈസ് ചെയ്ത് ഉള്ള മറുപടി അല്ല, ശിക്ഷിച്ച് പരിഹരിക്കുക എന്നുള്ളതല്ല. ക്രിമിനൽ ജസ്റ്റിസിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ല, ദണ്ഡനീതി അല്ല ഇവിടെ നടപ്പാക്കപ്പെടുന്നത്, മറിച്ച് സാമൂഹ്യ നീതിയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. സാമൂഹ്യ നീതി മാത്രമല്ല, അടുത്തൊരു തലം കൂടെ ഞാൻ അതിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു സംസ്കൃത സമൂഹത്തിലെ സാമൂഹ്യ നീതി ആയിരിക്കണം. എല്ലാ സമൂഹത്തിലെയും സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു പരിഷ്കൃതമായ ഒരു സമൂഹത്തിലെ സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും, അത് നിങ്ങൾ എത്ര കണ്ട് സ്വീകരിക്കുന്നത് എനിക്കറിയത്തില്ല, അതിന് മുമ്പൊരു ചർച്ചയിൽ അത് വന്നിരുന്നു. ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ജയിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രിസൺ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടായിരുന്നു പ്രൊബേഷൻ നിർവഹിക്കാൻ ശ്രമിച്ചിരുന്നത്. 1958 നിയമം വന്നതിന് ശേഷം ദീർഘകാലം അതായിരുന്നു. എന്നാൽ ഒരു 10, 15, 20 കൊല്ലം മുമ്പ് മാത്രമാണ് അതിൽ നിന്ന് അല്പമാത്രമായിട്ടുള്ള മാറ്റം വരികയും പതുക്കെ ഈ സോഷ്യൽ ജസ്റ്റിസിലേക്ക് ഇത് മാറിയത്. അപ്പോഴും ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മാറിയെന്ന് നമ്മൾ കരുതെറ്റി. അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത് വളരെ കുറേ വന്നിട്ടുള്ളൂ. അവിടെ നിർവഹിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ രീതിയിലോ ഒക്കെ ഒരു മാറ്റം വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലക്ഷ്യത്തിലോ പ്രാപ്തിയിലോ ഒക്കെ ഇനിയും ഒത്തിരി മാറ്റം വരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുണ്ടാകുന്നത്. പക്ഷെ അവിടെ ഊന്നുന്നത് ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് ഇത് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അടുത്തിലേക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ ഉന്നയിക്കുന്ന ആശയം. 4ാമത്തെ പോയിന്റ്, നിങ്ങൾ ഓരോ പോയിന്റായി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വിശദാംശങ്ങൾ നമുക്ക് ഉള്ളിൽ ചേർക്കാവുന്നേ ഉള്ളൂ. വളരെ പ്രമാദമായ ഒരു ഘടകം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് ആഗ്രഹിക്കുന്നത്, പ്രൊബേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിധി വരെ അവകാശം ആണ്. പൂർണ്ണമായ നിലയിൽ ആണോ? നമുക്ക് അതിനെ ഒന്ന് സിദ്ധാന്തവൽക്കരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മോഹൻഗോപാൽ സാർ പുതുതായി അവതരിപ്പിക്കുന്ന ഒരു ലോജിക്, അതിന്റെ ഒരു റേഷ്യോ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് സ്വാംശീകരിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ നീതിന്യായ പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു റൈറ്റ് എന്ന നിലയിൽ തന്നെ വന്നേക്കാം, അക്യൂസ്ഡ് പേഴ്സന്റെ റൈറ്റ്. പക്ഷെ അക്യൂസ്ഡ് പേഴ്സൺ ചില കണ്ടീഷൻസ് പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ സാധൂകരിക്കുന്നതിന് അനുസരിച്ചിരിക്കും ആ റൈറ്റിലേക്ക് എത്തിച്ചേരുക. അദ്ദേഹത്തിന്റെ റേഷ്യോയിൽ അത് അങ്ങനെ തന്നെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അതിനോട് കൂടുതൽ അടുത്തു നിന്നുകൊണ്ടാണ് പറയുന്നത്, ഒരു പരിധി വരെ ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം,
ഇതൊരു റൈറ്റ് ആണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാൾക്ക് അർഹമായ ഒരു റൈറ്റ് പ്രാബല്യത്തിൽ വരുന്നില്ലെങ്കിൽ, അത് ഒരു ഉത്തരവാദപ്പെട്ട അധികാര സ്ഥാനത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരാതെ ഇരിക്കുന്നതെങ്കിൽ അയാൾ അതിന് വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അതിന് നമ്മൾ പറയുന്നത് റീസൺഡ് ഓർഡർ എന്നാണ്, കാര്യകാരണ സഹിതമുള്ള ഉത്തരവ്. അപ്പൊ ഒരു പ്രൊബേഷൻ തീർപ്പ് കൽപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ശിക്ഷ നൽകാൻ ഉത്തരവാദപ്പെട്ട ജഡ്ജി, ന്യായാധിപൻ താൻ എന്തുകൊണ്ട് ആ അർഹതപ്പെട്ട വ്യക്തിക്ക് പ്രൊബേഷൻ അനുവദിക്കുന്നില്ല എന്നത് വളരെ കൃത്യമായി പറയാൻ ബാധ്യസ്ഥമാണ്. അവിടെ ഒരു പ്രശ്നം, നിങ്ങൾ ഇനി വകുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളൂ. ഞാൻ ഈ പറയുന്നത് വളരെ ബോധപൂർവം പറയുന്നതാണ്. എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊബേഷൻ പ്രക്രിയ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ. ആര്? ന്യായാധിപൻ. ഞാനത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, പിന്നീട് തർക്കം വരരുത്. സുഹൃത്ത് മാഷ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ പറയുന്നത്. ഞാൻ ഈ വ്യവസ്ഥ സ്വീകരിക്കുന്നില്ല, എന്തുകൊണ്ട് സ്വീകരിക്കാൻ എനിക്ക് കാരണമില്ല എന്ന് പറഞ്ഞാൽ പോരാ ന്യായാധിപൻ. പിന്നെന്താ, എന്തുകൊണ്ട് ഈ വ്യവസ്ഥ അയാൾക്ക് അനുകൂലമായി ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയണം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം, മൗലികമായി വലിയ വ്യത്യാസം. ഞാനത് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാനുള്ള കാരണം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ലോജിക്കലായി വളരെ 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 ലളിതമാണ്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ച അത്ര ലളിതമല്ല, വളരെ ഗുരുതരമാണ്. മനസ്സിലായില്ലേ? കനമുള്ള ഒരു സാധനം. അപ്പം ജഡ്ജി പറയണം, ഈ കേസിൽ ഇന്ന കാരണത്താൽ പ്രൊബേഷന്റെ സാധ്യത ഉപയോഗിക്കാനുള്ള ഗ്രൗണ്ട് ഇല്ല എന്ന് കൃത്യമായി പറയണം. അത് പലപ്പോഴും സാധിക്കുന്നില്ല, സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വളരെ മുന്നിൽ കൂട്ടി തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ചർച്ച ചെയ്ത് നമുക്ക് കൂടുതൽ ഗൗരവത്തോടെ അല്ലെങ്കിൽ ബോധ്യത്തോടെ മാറാം എന്നാണ്. അടുത്തേക്ക് പോകാം. ജോമോളെ, സ്വാഭാവികമായി ഞാൻ അടുത്ത ഇത് എന്റെ അവതരണത്തിന്റെ ഒന്നാം ഭാഗം പൂർത്തീകരിച്ചു. ഇതോടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുന്നത്, നിങ്ങൾക്ക് നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു തരണമല്ലോ. നിയമത്തിന്റെ ക്ലാസ് ആവുമ്പം നിയമം പറയാതെ ആശയം പറഞ്ഞു പോയാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ നിയമത്തിന്റെ ചില ഘടകങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതില് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ അത് വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. 1898 നിയമത്തിലൂടെയാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ മൂലരൂപത്തിൽ ആണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് സെക്ഷൻ 562 ആണ് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഏകദേശം ഒരു ധാരണ ഇതിന് നൽകിയിരുന്നത്. അന്ന് ഇങ്ങനെ ആയിരുന്നു വ്യവസ്ഥ എന്നുള്ളത് നിങ്ങൾ പിന്നെ ചിലപ്പോൾ എന്നോട് ചോദിക്കും, മാഷ് അന്നത്തെ പദപ്രയോഗം അല്ലല്ലോ നടത്തിയത്. ഞാൻ ഇന്നാണ് ഇതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആ പദം അങ്ങനെ ഉപയോഗിക്കുന്നത്. നോക്കൂ, ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, അന്ന് അങ്ങനെ ഇല്ല. അന്ന് കുറ്റവാളി എന്നൊക്കെ പ്രയോഗിച്ചാലും ചിലപ്പോൾ 21 വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ 18 വയസ്സ് താഴെയുള്ള കുറ്റം ചെയ്യുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ, ഞാനിപ്പോൾ അത് പറയാൻ ബാധ്യസ്ഥനല്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ തത്വം. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. നിയമത്തോട് പല കാരണങ്ങളാൽ വൈമുഖ്യമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അത് 18 വയസ്സ് താഴെ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്തവർ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തി. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, പ്രഥമ കുറ്റവാളി അല്ലെങ്കിൽ ആദ്യമായി കുറ്റം ചെയ്യുന്ന ആൾ എന്ന നിലയിലുള്ള പരിഗണന, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അന്ന് പറഞ്ഞിരുന്നത്. അവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുക. കുറ്റം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രൊബേഷന്റെ ഒരു സാധ്യത അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അത് വളരെ ബോധ്യപ്പെട്ടു പോകണം എന്നുള്ള ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് അത് പറയുന്നത്. ഇവിടെ പെർമിസീവ് അതോറിറ്റി ആരാണ്? ഇതിന് അനുമതി കൊടുക്കുന്ന അതോറിറ്റി ആരാണ്? മജിസ്ട്രേറ്റ് ആണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ അധികാരിയാണ്. ഇത് നിർവഹിക്കുന്ന ആരാണ്? നിർവഹിക്കുന്ന മജിസ്ട്രേറ്റ് അല്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്നത് ഒരു പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് ആണ്. അപ്പൊ 2 വിഭാഗം ആളുകളുടെ മനസ്സ്, പ്രവൃത്തി, താല്പര്യം, തീരുമാനം ഒക്കെ ഒന്നിച്ചു വന്നാൽ മാത്രമേ ഇതിന് സാധൂകരണം ഉണ്ടാവൂ. ഈ 2 പോരാ എന്നുള്ളതാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. 2-ന്-അപ്പുറം മറ്റ് ചിലരും കൂടി ഇതിനോടൊപ്പം വരേണ്ടതുണ്ട്. അത് ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഇൻക്വയറി നടത്തുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. അവർ ഇക്കാര്യത്തിൽ ഒരു പരിഗണന എടുക്കേണ്ടവരാണ്. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. പ്രായണവാരി പത്തനംതിട്ടയ്ക്ക് അത് പതുക്കെ അവർ ആ നിലയിലേക്ക് 24 പോലീസ് സ്റ്റേഷനിലും ഇതിന് പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ ക്രമീകരിച്ച് ആ പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഭാവിയിൽ മറ്റു സ്ഥലങ്ങളിലേക്കും വരും.
രണ്ടാമത്തെ കൂട്ടർ പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്, പ്രോസിക്യൂട്ടർമാരാണ്. അവര് ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം ന്യായാധിപന്റെ, ജുഡീഷ്യൽ ഓഫീസറുടെ. ഈ രണ്ട് കൂട്ടരും കൂടി ഇതിനകത്ത് സഹായിക്കുമ്പോഴേ കൃത്യമാകുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ആ തരത്തിൽ മൗലികമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിയമം പരിഷ്കരിക്കപ്പെടുമ്പോൾ ആ ഒരു ഘടകം കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. 958 നിയമം ഒരു പുനഃപരിശോധനയിലേക്ക് പോകുമ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകില്ല. ഇപ്പോ ഈ രണ്ട് വിഭാഗം. മൂന്നാമത് ഒരു കൂട്ടരും കൂടി ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട്. അതാണ് സമൂഹം. സമൂഹമാണ് ഇതിന്റെ എല്ലാം എന്താ പറയാ ഉള്ളടക്കം. അതുകൊണ്ട് ആ സമൂഹത്തിനെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് വേണം നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ. പക്ഷെ നിലവിൽ ആ തരത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. രണ്ട് വിഭാഗം ആളുകൾ. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല ജുഡീഷ്യൽ ഓഫീസർമാരും സ്ക്രൂട്ടിനി ചെയ്യുന്നത് ഞങ്ങളായിരിക്കണം, ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് വേണം. അത് ഇത് വരുന്നത് നിങ്ങൾക്ക് അറിയാം. എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാൻ, പ്രൊബേഷനിൽ പോയ ആളിനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു സാധ്യത ഈ ക്രിമിനൽ പ്രൊസീജിയർ അതിൽ അനുവദിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ സൂക്ഷ്മ പരിശോധന. അങ്ങനെ സൂക്ഷ്മ പരിശോധന ജുഡീഷ്യയുടെ പണിയാണോ എന്നുള്ളത് പരിശോധിച്ചു വേണം. ഞാൻ ആ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളാണ്. പ്രൊബേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ സൂപ്പർവിഷൻ ഉൾപ്പെടെ ഉള്ളത് ആരുടെ ജോലിയാണോ? പ്രൊബേഷൻ ഓഫീസേഴ്സിന്റെ, അസിസ്റ്റന്റിന്റെ ഒക്കെ ജോലിയാണ്. ആ സംവിധാനത്തിന്റെ വേണമെന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം. വീണ്ടും മറ്റേ സൈഡിൽ അത് അവരുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള നിർവ്വഹണ സംവിധാനമൊന്നും ജുഡീഷ്യറിയില്ല. വല്ലാതെ നമ്മൾ ഭ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, കുഴഞ്ഞു പോകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വേണം. എന്നാൽ തിരിച്ചു വിളിച്ച് വേണമെങ്കിൽ ശിക്ഷിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ട്, കാരണമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം നിക്ഷിപ്തമാണ്. CRPC അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വേറെ കാര്യം. രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നോക്കൂ, അടുത്ത എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഈ പ്രൊബേഷൻ ഓഫീസർമാരെ അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ, ഇവിടെ ഞാൻ ഓഫീസർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിനെയാണ് ഞാൻ കാണുന്നത്, എന്തെല്ലാമാണ് അവരുടെ ജോലി എന്നുള്ളതാണ്. ഒന്നാമത് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല ധാരണയുള്ളവരാണ്. ആദ്യത്തെ രണ്ട് ഇൻക്വയറി, അതിന്റെ റിപ്പോർട്ട്, ഇതിനെ സംബന്ധിച്ചുള്ള വസ്തുസ്ഥിതി പരിശോധിക്കുക. അതായത് കുറ്റം ചെയ്ത ആൾ, ആരോപിക്കുന്ന ആള്, അയാളുടെ മുൻകാല പശ്ചാത്തലം, അയാളെ കൃത്യം ചെയ്യാൻ ഇടയായിട്ടുണ്ടോ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ മറ്റ് ഘടകങ്ങൾ, അയാളുടെ പെരുമാറ്റത്തിന്റെയും സ്വഭാവത്തിന്റെയും സാഹചര്യങ്ങൾ, ഇതെല്ലാം പഠിച്ച് പരിശോധിച്ച് ഇയാൾക്ക് പ്രൊബേഷൻ അനുവദനീയമാണോ അല്ലയോ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ശുപാർശ ആണ് ആര് നൽകുന്ന പ്രൊബേഷൻ. അപ്പൊ ആ റിപ്പോർട്ടിന്റെ ഇമ്പാക്ട് മനസ്സിൽ വേണം. ഞാനൊരു വെറുതെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്, വെറുതെ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി ഒരു സാധനം എഴുതി കൊടുക്കുന്നു എന്ന നിലയിലല്ല. രണ്ട്, ഇവൻ കുറ്റവാളിയാണ്, ഇവന്റെ പണി ഇതോടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യത്തില്ല, അല്ലെ ആരോപിക്കപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് ഇവൻ ഇതോടെ റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം വരുന്നത്. മൂന്ന്, നമ്മുടെ മേലേക്കല്ലേ ഈ ഉപദ്രവമൊക്കെ വരാൻ പോകുന്നത്. ഇയാളെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട താങ്ങാൻ, അതുകൊണ്ട് അത് വേണ്ടല്ലോ, വെറുതെ വഴിയെ പോകുന്ന വഴിയെ വലിച്ച് തലയിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചും പാടില്ല. മറിച്ച് ഇതൊരു മനുഷ്യനെ സ്വാംശീകരിച്ച് അയാളെ ശുദ്ധീകരിച്ച് സ്ഫുടീകരിച്ച് എടുക്കാനുള്ള ഒരു സാധ്യതയാണ് എന്നുള്ള നിലയിൽ അതിനെ സമീപിക്കുക, റിപ്പോർട്ടിലേക്ക് പോവുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാനിത് നിങ്ങളെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കാരണം. രണ്ടാമത്തേത്, അങ്ങനെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അനുവദിക്കപ്പെടുന്നതിൻ്റെയൊക്കെ കണക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അനുവദിക്കപ്പെടുകയാണെങ്കിൽ അയാളുടെ പരിപാലനവും മേൽനോട്ടവും പ്രൊബേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തൻ്റെ പക്കലേക്ക് തന്നിരിക്കുന്ന ഈ ഉരുവിനെ നന്നായി പരിവർത്തനം ചെയ്തെടുക്കുക എന്ന് പറയുന്ന, മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് പ്രൊബേഷൻ ഓഫീസർക്കുള്ളത്. അത് എത്ര കണ്ട് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡിലാണ് ആ സംഗതി. വെറും ഒരു പണിയായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഉപയോഗം ഉണ്ടാവില്ല. സമർപ്പിതമായ ഒരു ബുദ്ധിയോടുകൂടി ആ ജോലി ഏറ്റെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ രണ്ടും ഞാൻ വേർതിരിച്ച്. മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ നിയോഗിക്കപ്പെടുന്ന ആളുകൾ കമ്മ്യൂണിറ്റി സർവീസിന് വിധേയമാക്കാറുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള സാധ്യതയുടെ ഞാൻ ഏറ്റവും പ്രധാനമായി പറയുന്നത് റീസോഷ്യലൈസേഷൻ ഓഫ് എ ക്രൈം ഡൂവർ എന്നുള്ളതാണ് പ്രൊബേഷൻ ഓഫീസറുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വം. വ്യത്യസ്ത നിലയിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വീണ്ടും ഈ സമൂഹത്തിനോട് കൂട്ടിയിണക്കുന്ന, ചങ്ങല വിളക്കിച്ചേർക്കുന്ന പണിയാണ് ആരുടേത്. അത് കൃത്യമായ സെന്റിഗ്രേഡിൽ, സെൽഷ്യസിൽ കൃത്യമായ ലോഹക്കൂട്ട് ചേർത്ത് കൃത്യമായി വിളക്കി ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കും അത് കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ അത് അവസാനിക്കുക. അതിൻ്റെ ഒരു തത്വം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. നേരത്തെ ഞാനിത് പറയാൻ ശ്രമിച്ചാണ്. ക്രൈമിനെ അല്ല,
ക്രൈമിനെയാണ് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ തിരുത്തേണ്ടത്. ക്രൈം ചെയ്തു എന്ന് പറയുന്ന ആളിനെ അല്ല, കൾപ്രിറ്റിനെ അല്ല, അല്ലെങ്കിൽ റോങ് ഡൂവറെ അല്ല എന്നുള്ളതാണ് ഞാൻ പരമപ്രധാനമായി ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പോയിന്റ്. അടുത്തതിലേക്ക് ജോമോൾ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സർ മൂവ് ആയിട്ടുണ്ട് അവിടെ. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ബോധ്യമായോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചോളാം. ആവർത്തിച്ച് ഞാൻ പറയുന്നത്, ഇത് ചെയ്ത വ്യക്തിയെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ആ വ്യക്തി ചെയ്തു പോയ കൃത്യത്തിനെയാണ്. അതിന്റെ സഗൗരവമായ പരിശോധനയും തിരുത്തലുമാണ് നമുക്ക് വേണ്ടതെന്ന്. നോക്കൂ, ഞാൻ രണ്ടാമത് നിങ്ങളുടെ ശ്രദ്ധയിൽ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ അവിടെ ആ ഒരു ആശയം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പരിഷ്കരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഒരു സാധ്യത. എല്ലാ കാര്യങ്ങളും ഞാൻ ആ സ്ലൈഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോന്നോരോന്ന് വിശദീകരിക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ഇതിനകത്ത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ പോയിന്റ് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, അടുത്തൊരു വിശദീകരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇവിടെ 360 പറയുന്നു, 361 വരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട്. അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണ്, റീസൺ സൈറ്റ് ചെയ്ത് വേണം ഉത്തരവിറക്കാൻ ജുഡീഷ്യൽ ഓഫീസർ എന്നുള്ളത്. 361 വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണം. 360 പറയുന്നതും പ്രൊബേഷനിൽ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഇവിടെ എന്താ പറയുന്നത്, 21 വയസ്സ് താഴെ ആയിരിക്കണം, പിന്നെ ആദ്യ കുറ്റവാളിയായിരിക്കണം, കുറ്റത്തിന്റെ ശിക്ഷാക്രമം എന്ന് പറയുന്നതിനകത്തൊരു വ്യവസ്ഥയുണ്ട്, 7 വർഷത്തിൽ ചുരുങ്ങിയ ശിക്ഷയായിരിക്കണം. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഡെത്ത് സെന്റൻസോ അല്ലെങ്കിൽ ലൈഫോ കൊടുക്കുന്ന ആയിരിക്കരുത്. അങ്ങനെ ചില വ്യവസ്ഥകൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് CRPCയുടെ ഒരു സവിശേഷത. അപ്പോ പ്രൊബേഷനിൽ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്രൊബേഷനിലെ ഏതുതരം കുറ്റവാളിക്ക് ഈ സാധ്യത ആരോപിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ CRPC കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ട്, അതായത് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന് പകരം സോഷ്യൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. നോക്കൂ, ഇവിടെ എന്താ പരമപ്രധാനമായ കാര്യം എന്താ, ഒരാളെ ശിക്ഷിച്ച് ജയിലിലേക്ക് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റിലേക്ക് അയക്കുന്നതിന് പകരം അയാളെ മറ്റേതെങ്കിലും തരത്തിൽ പരിവർത്തനം ചെയ്ത്, അത് ചിലപ്പോൾ ഒരു ജാമ്യ വ്യവസ്ഥയോടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥയോടെ ആയിരിക്കാം, മറ്റേതെങ്കിലും ഉപാധിയോടെ ആയിരിക്കാം, എന്തോ ആവട്ടെ, അത് നിർണ്ണയിക്കപ്പെടുന്ന ഒരു സാധ്യത അനുസരിച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസിനെ നിയോഗിച്ചുകൊണ്ടാകാം, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇല്ലാതെയോ തന്നെ, രണ്ടു തരത്തിലും ആകാം, ഇയാൾ പരിവർത്തനം ചെയ്യപ്പെടുന്നതിന്, പരിഷ്കരിക്കപ്പെടുന്നതിനുള്ള സാധ്യത പരിശോധിക്കുക എന്നുള്ളതാണ്. അതാണ് CRPC ആത്യന്തികമായി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഘടകം. അവിടെ അങ്ങനെ ഇയാളെ അയക്കാമോ ഇല്ലേ എന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടി കോടതിക്ക് വേറെ ഉപാധിയൊന്നുമില്ല. ഇയാളുടെ പശ്ചാത്തലം, പൂർവ്വകാല സാഹചര്യം, ഇയാൾ പൂർവാശ്രമത്തിൽ എന്തായിരുന്നു എന്നൊന്നും തിരിച്ചറിയുന്നതിന് കോടതിക്ക് വേറെ ഉപാധിയൊന്നുമില്ല, ഇന്ദ്രിയ ജ്ഞാനമൊന്നുമില്ല. അതുകൊണ്ട് കോടതി ഒരാളിന്റെ സേവനം ആശ്രയിക്കുന്നു. ആ സേവനം ആശ്രയിക്കുന്ന കഥാപാത്രമാണ് പ്രൊബേഷൻ ഓഫീസർ. അപ്പം പ്രൊബേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോടതിക്ക് വേണ്ടി നീതി നിർവഹണത്തിനായി തൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു കടമ നിർവഹിക്കുക എന്നുള്ള വളരെ പ്രമാദമായ, ഞാൻ കാണുന്നത് ഒരു പരിധി വരെ അതൊരു ജുഡീഷ്യസ് പ്രക്രിയ തന്നെയാണ്, കേവലമായൊരു ഉദ്യോഗ പണിയല്ല എന്നർത്ഥം. വളരെ ഗൗരവത്തോടെ, നീതി ന്യായ ബോധ്യത്തോടെ പ്രയോഗിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമാണ്, നിർവഹിക്കേണ്ടുന്ന ഒരു കടമയാണ് എന്നർത്ഥം. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ ആവർത്തിച്ചു കൊണ്ടുവരാം. രണ്ടാമത് 361 നേരത്തെ ഞാൻ പറഞ്ഞു ജോമോളെ, അതുകൊണ്ട് അത് ആവർത്തിക്കണമെന്നില്ല. റീസൺഡ് ഓർഡർ എന്നുള്ളതാണ്. ഇവിടെ നിർബന്ധമായും ജഡ്ജ് റിവീൽ ചെയ്യണം താൻ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതിന് കാരണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോയാൽ പോരാ, അത് കാരണം സഹിതം പറയണം എന്നുള്ളതാണ്, കാര്യകാരണബദ്ധമായി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ ഓഫീസറായി കഴിയാതെ പോകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പരിമിതികൾ കൊണ്ടാണ്. അത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നെത്തിക്കേണ്ടുന്ന സംവിധാനങ്ങൾ ആ തരത്തിൽ പ്രവർത്തിക്കുന്നില്ല. ജുഡീഷ്യൽ ഓഫീസർക്ക് മാത്രമായി അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്കോ നിഗമനത്തിലേക്കോ ഒരു അവതരണത്തിലേക്കോ എത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ഞാൻ പറഞ്ഞ് വെക്കുന്നത്. നോക്കൂ, അടുത്ത പോസിബിലിറ്റി എന്താ CRPC പറയുന്നത്? ഇത് മാത്രമല്ല, CRPC നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് നമുക്ക് ഇത്തരം സാധ്യതകളൊക്കെ കാണാം. സെൻഷറിങ്ങിനുള്ള സാധ്യത എവിടെയുണ്ട്, വാണിംഗ് നൽകുന്നതിനുള്ള സാധ്യതയുണ്ട്, അഡ്വൈസ് നൽകുന്നതിനുള്ള സാധ്യതയുണ്ട്, നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് പഠിച്ചു വരുന്ന പ്ലീ ബാർഗനിങ്ങിന്റെ സാധ്യത എവിടെയുണ്ട്, പിന്നെ താക്കീത് കൊടുക്കുക, റിപ്രമൻസ്, അതിനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ റിപ്പൻഡൻസിനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്.
സമീപകാലത്ത് നമ്മൾ കണ്ടതാണല്ലോ, ബലാത്സംഗം ചെയ്ത കുറ്റ ആരോപണത്തിന് വേണ്ടി വന്ന വിചാരണയ്ക്ക് വന്ന ആളിനെ കൊണ്ടെന്നാ ശരി, പശ്ചാത്താപ വികസനമായതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യാം, അവരെ അങ്ങ് വിവാഹം കഴിച്ചാൽ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ജഡ്ജിമാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പശ്ചാത്താപത്തിന്റെ ഒരു എക്സ്റ്റെന്റ് അതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ ആ സാധ്യതയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിഹാരക്രിയയിലേക്കും കൂടെ ചെല്ലുകയാണ്. നമ്മൾ വിക്ടിമോളജിയുടെ സാധ്യതയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്ന കോമ്പൻസേഷൻ, അതുപോലെ തന്നെ അഡ്മിനിഷൻ, അതുപോലെ തന്നെ പ്രൊബേഷൻ, കമ്മ്യൂണിറ്റി സർവീസ്, ഫൈൻ, പെനാൽറ്റി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമം, ദാനം, ഭേദ്യം, ദണ്ഡനം. ആദ്യം തന്നെ നിങ്ങൾ ദണ്ഡനത്തിലേക്ക് പോയാൽ പിന്നെ ചാൻസ് ഇല്ല. ഒരാളെ വളയ്ക്കുകയോ ചെയ്യുക, ഒടിക്കരുത്. ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളയ്ക്കാനേ പാടും. നിങ്ങളൊന്ന് വളച്ച് അയാളെ ഒരു പരിവപ്പെടുത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ നൂർത്ത് കഴിഞ്ഞാൽ നേരെയാവും സാധനം. ആലയില് ഇരുമ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. വേണ്ടത്ര പഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. എന്നാൽ അങ്ങനെ മാറ്റുന്ന പ്രക്രിയയിൽ അതിന്റെ ചൂട് കൂടുകയോ വേറൊരു രൂപത്തിലേക്ക് മാറുകയോ ചെയ്താൽ അപകടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ബോധ്യത്തോടുകൂടി അത്തരത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ കൗടല്യനെ ആവർത്തിച്ച് ആശ്രയിക്കുകയാണ്. ആ തത്വമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പെനാൽറ്റിയിൽ തുടങ്ങുകയല്ല, പെനാൽറ്റി അവസാനത്തെ മാർഗമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയിൽ. ഇനി ഞാൻ എൻ്റെ 4ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവതരണത്തിന്റെ. അത് പ്രൊബേഷന്റെ പ്രധാനപ്പെട്ട ചില എലിമെന്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും അറിയാം പ്രൊബേഷൻ എന്ന വാക്ക് രൂപപ്പെട്ടു വരുന്നത് എവിടെ നിന്നാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും എന്നുള്ളതാണ്. ഒരാളെ അയാൾ കുറ്റവാളിയാണോ, കുറ്റകരമായ ബോധ്യമുള്ള ഒരാളാണോ, ആ സാധ്യതയുള്ള ആളാണോ എന്നെല്ലാം പ്രൂവ് ചെയ്യുകയോ അല്ലെ ഡിസ്പ്രൂവ് ചെയ്യുകയോ എന്നുള്ളതാണ്. നോക്കൂ, എന്താ പറയാ, ഡു ഓർ നോട്ട് ഡു എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു പ്രൂവ് ചെയ്യാം. അതിനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുകയാണ്. ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ഒരുത്തനെ ഇങ്ങനെ ആക്കി നമ്മൾ പറയാനുണ്ടല്ലോ, ഒരിക്കലും ഒരു കുറ്റവാളി ആയാൽ പിന്നീട് അവൻ ആജീവനാന്ത അങ്ങനെ തന്നെ ആയിരിക്കും സമൂഹത്തിൽ പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ പ്രകടമാകുന്ന സമൂഹമാണ്. അതുകൊണ്ടാണ് കഴിയുന്നതാണ് ഒരാളെ ആ നിലയിലേക്ക് എത്തിക്കാതെ പരിശ്രമിക്കുക എന്ന് പറയാൻ ഞാൻ വളരെ ബോധപൂർവമാണ് അത് പറയുന്നത്. അങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയി, പിന്നെ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. വലിയ പാടാണ് നമുക്ക് ഈ തത്വം അല്ലെങ്കിൽ ഈ ആശയം ആളുകളെ ബോധ്യപ്പെടുത്താൻ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നത്? പക്ഷെ ഒരു മനുഷ്യനെ നമ്മൾ മുന്നിൽ കാണണം. ആ മനുഷ്യൻ എങ്ങനെ ഒരു മനുഷ്യനായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ആ ആളെ നിങ്ങൾ ഈ ഒരു പരുവത്തിലേക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കൽ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതിന്റെ ഡെഫിനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഡെഫിനേഷനൊക്കെ നമ്മൾ പല ചർച്ച ചെയ്തത്. എന്നാലും നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ഞാനത് ഈ സ്ലൈഡിൽ പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഇവിടെ ഒരു ഘടകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജുഡീഷ്യറിയുടെ ഒരു ഡിസ്ക്രിഷൻ എന്നുള്ള എലിമെന്റ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ പറയാറുള്ളത്, ഈ ഡിസ്ക്രിഷൻ എന്ന വാക്കൊരു അപകടമാണ്, അല്ലെങ്കിൽ അപകടം പിടിച്ചതാണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ കത്തി തന്നിട്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലെയാണ്. ഗുണപരമായി ഉപയോഗിക്കാം, മറിച്ച് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഡിസ്ക്രിഷനെ നിങ്ങൾ വിവേചന ബുദ്ധിയോടെ തന്നെ ഉപയോഗിക്കും. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരത്തെ വിവേചനത്തോടെ തന്നെ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ വിവേചനാധികാരം ഉപയോഗിക്കാതിരിക്കാനുള്ളതല്ല, വിവേചന ബുദ്ധിയോടെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന ബോധ്യത്തോടെ നിങ്ങൾ സമീപിക്കണം എന്നുള്ളതാണ്. സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പോലെ അതൊക്കെ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ എന്തോ മാത്രമാണെന്ന് നമ്മൾ കരുതുന്നത്. സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള കാരണമല്ല. സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഉപാധി അല്ലെങ്കിൽ മാർഗം. പലപ്പോഴും സംഭവിക്കുന്ന ഈ കാരണം പറഞ്ഞ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഡിസ്ക്രിഷൻ എന്ന വാക്ക്, ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്ന വാക്ക് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കും. എസൻഷ്യൽ എലിമെന്റ്സ് ഓഫ് പ്രൊബേഷൻ, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാം, പ്രൊബേഷൻ സൈഡിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന, പഠിക്കുന്ന, പ്രവർത്തിക്കുന്ന ആൾക്കൊക്കെ അത് ബോധ്യമുള്ളതാണ്, ആവർത്തിക്കുന്നില്ല. ഒന്ന്, ഇത് ഒഫൻഡേഴ്സിനെ അല്ലെങ്കിൽ അക്യൂസ്ഡ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ റോങ് ഡൂവർ എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന വ്യക്തികളെയാണ് നമ്മൾ, അവരങ്ങനെ തീരുമാനമാക്കിയിട്ടില്ല, ആരോപിക്കപ്പെടുന്നവരെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്ന ബോധ്യം നമുക്ക് വേണം. 2, ഇത് സെലക്റ്റീവ് ബേസിസിലാണ് അപ്ലൈ ചെയ്യുന്നത്.
എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ആ സെലക്ഷൻ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണമായിട്ടാണ് പലപ്പോഴും. അല്ല, കഴിയുന്നത്ര ചെയ്യാനുള്ള സാധ്യത, ആ സാധ്യതയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. എങ്ങനെയെന്നുള്ളത് നോക്കേണ്ടതാണ്. പലപ്പോഴും കണ്ടീഷണൽ സസ്പെൻഷൻ ഓഫ് സെന്റൻസ് ആണ് നടക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാം. അവിടെ ഡിസ്ക്രിപ്ഷന്റെ സാധ്യത ഉണ്ട്. ജഡ്ജിന് വേണമെങ്കിൽ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാതിരിക്കാം. സൂപ്പർവിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട്, അവരെ തുടർച്ചയായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെ പ്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇനി ഇത് ഞാൻ നിങ്ങളെ തൽക്കാലം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഘടകമാണ് ഇതിനകത്തുള്ളത്. അടുത്ത 2-3 സ്ലൈഡ് ഞാൻ അങ്ങനെ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് വേണ്ടി, ഈ സ്ലൈഡ് ആരെങ്കിലും പിന്നീട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു ചരിത്രം എന്നുള്ളത് നമ്മളെ അത് വിട്ട് കളഞ്ഞേരി കേട്ടോ. നമുക്ക് സമയം ഒന്ന് ചുരുക്കാം. നമ്മുടെ ആക്ടിലേക്ക് കയറാം. ഇത് ഓരോ രാജ്യങ്ങളില്, ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷന്റെ രീതിയിൽ നടത്തുന്നുണ്ട്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലായി നടത്തുന്ന രാജ്യങ്ങളുണ്ട്. ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ അവര് വോളണ്ടറി ഏജൻസീസിനെ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ ആശ്രയിച്ച് നടത്തുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള സ്വഭാവം അനുസരിച്ച് മാറ്റം വന്നിട്ടുള്ള രീതി നമുക്കറിയാം. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും ഈ സാധ്യതകൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞവരെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞാൻ ആ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ 1958 ആക്ട് വന്നെങ്കിലും കാര്യമായ ശ്രദ്ധ മറ്റു പല മേഖലയിലെ നിയമങ്ങൾക്ക് പരിഷ്കരണവും പരിവർത്തനവും ഒക്കെ വന്നെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പഴയ അവസ്ഥയിൽ കെട്ടിയ കുറ്റിയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ അപൂർവം പേര് ന്യായാധിപന്മാരും നിയമജ്ഞന്മാരും ഒക്കെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നാം ആഗ്രഹിച്ച തരത്തിൽ അത് ഫലവത്തായിട്ടില്ല, പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു മുൻപാതി വെച്ചുകൊണ്ട് ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. നമുക്കറിയാം, താരതമ്യേന ചെറിയൊരു ആക്ടാണ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. ഞാൻ ഈ ആക്ട് കുറച്ച് മൗലികമായി അന്വേഷിക്കാൻ ശ്രമിച്ചത് എപ്പോഴാണെന്നറിയാം. അതിന് നമ്മുടെ സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷനോട് നന്ദി. എനിക്ക് അങ്ങനെ ഒരു ദുര്യോഗമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അനുഗ്രഹമോ കിട്ടി. അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു മാറ്റം ആ മേഖലയിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. എത്രയോ വർഷം മുമ്പുണ്ടായിരുന്ന സമ്പ്രദായത്തിൽ നിന്ന് PSC പിന്നീട് മാറി. ഒരു ഘട്ടത്തിൽ ഞാൻ PSCയോട് പറയുകയും ചെയ്തു, ഇനി ഞാൻ കൃത്യത്തിന് ഇല്ല, ഞാൻ പുതിയ ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറെ അന്വേഷിക്കാൻ ശ്രമിച്ചത് PSCയുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടരുന്നത്. ഇവിടെ ഈ ചെറിയ ആക്ട്, താരതമ്യേന ചെറിയ ആക്ട്, അതിലെ 2-3-4 സെക്ഷൻസ് നിങ്ങളുടെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, റിലീസ് ഓഫ് ഒഫൻഡർ. അത് എങ്ങനെയാണ് ഒരു ശാസന ബുദ്ധിയോടുകൂടി ഒരു ഒഫൻഡറെ സമീപിക്കുക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. സെക്ഷൻ 3 അത് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ ഘടകമാണെങ്കിൽ പോലും അതിന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, ലളിതവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഘടകമാണ്. ശാസനയോടുകൂടി അയാളെ കുറ്റവാളിയായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. വളരെ വളരെ ലളിതമായ ഒരു നിലയിൽ സമീപിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സെക്ഷൻ 4. അവിടെ വരുന്നത് പിന്നെ ശിക്ഷിക്കാവുന്ന കുറ്റങ്ങളാണ്. അയാൾ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. പക്ഷെ പ്രൊബേഷന് സാധ്യതയുണ്ട് എന്ന് കാണുന്ന ഇവിടെയാണ് പ്രൊബേഷൻ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ പ്രസക്തമായി വരുന്നത്. ഒരു കുറ്റം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ ശിക്ഷയ്ക്ക് അർഹമാണ്, പക്ഷെ പ്രൊബേഷന്റെ സാധ്യതയുണ്ട്. ആ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷയാണ്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഭാഷയിലെ വളരെ ശക്തിയുള്ള ഒരു വാക്കാണ് ഈ പക്ഷെ. ഇംഗ്ലീഷ് ഭാഷയിലെ ബട്ട് എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന, ദോ എന്ന് പ്രയോഗിക്കുന്ന ആ വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പോൾ സെക്ഷൻ 4, ഈ സെക്ഷൻ 4ന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപാധിയാണ് നല്ല നടപ്പ് എന്ന് നമ്മൾ പണ്ട് മുതലേ വിളിക്കുന്ന. എൻ്റെ അച്ഛൻ, ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് താല്പര്യം കൂടുതൽ കാണിക്കാനിടയായ ഒരു കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്. കാരണം അങ്ങേര് 107 കേസിന്റെ പ്രതിയായിട്ട് പല ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. ഒരേ സമയം 63 107 കേസിന്റെ പ്രതിയായിരുന്നു. അതുകൊണ്ട്
എങ്ങനെയാണ് ഈ പണി പറ്റിക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാകും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നമുക്ക് പിന്നെ നല്ല നടപ്പ് എന്ന വ്യവസ്ഥ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്ത ഒരു സെക്ഷൻ വരുന്നത് പ്രധാനമായും വരുന്നതെന്ന് പറയുന്നത് സെക്ഷൻ 6 and 7 ആണ്. അത് സ്വാഭാവികമായി ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു സെക്കൻഡ്, എൻ്റെ ഈ ഫോണിന്റെ ചാർജ് കുറഞ്ഞെന്ന് തോന്നുന്നു. ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ. ഇതിനകത്ത് ഒന്നെടുത്ത് ലോ ബാറ്ററി വേണ്ട. സെക്ഷൻ 5, 6, 7 അത് മൂന്നും ഞാൻ ഒന്നിച്ച് നിങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരികയാണ്. 5-ൽ പറയുന്നത് കോമ്പൻസേഷൻ സംബന്ധിച്ചുള്ള ഘടകം. അത് വിക്ടിമോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആധുനിക കാല കോൺസെപ്റ്റാണ്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ സംബന്ധിച്ച് സൂചിപ്പിക്കാറ്. 6 ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാരണം കാണിക്കാനുള്ള ഉത്തരവാദിത്വം. എന്നാൽ അതേസമയം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രൊബേഷനിൽ പോയ ഒരാളിനെ തിരിച്ച് പെനാൽറ്റിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള അധികാരം ജഡ്ജിന് ലഭ്യമാക്കുന്നു, ജുഡീഷ്യൽ ഓഫീസറിന് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. സെക്ഷൻ 7 എന്ന് പറയുന്നത് പ്രൊബേഷൻ ഓഫീസർ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതേണ്ടുന്ന ഒരു കാര്യമാണ്. ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണം, റിപ്പോർട്ട്, അതിന്റെ ഉപാധികൾ കോൺഫിഡൻഷ്യലായി രഹസ്യാത്മകമായി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഘടകം. അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. തുറന്നില്ലേ? അത് ഓപ്പൺ ആക്കിയില്ലേ? അല്ലെ ഫോൺ ചെയ്താ ഡേയ് അവന്മാർ രണ്ടുപേരും പോരെ. നന്ദു ഈ ഫോണിൽ അതൊന്ന് ഓണാക്കി തരാം. മറ്റേ ചാർജും ഇല്ലാതായിരുന്നേ, അന്നെ എടുത്ത് വെച്ച് കളിച്ച് രണ്ടുപേരും ഇട്ടിട്ട് പോയി. നല്ല മാറ്റം. കാണിക്കാൻ പറ്റുന്നുണ്ടോ ജോമോളെ? എന്റെ ഇതിന്റെ ചാർജ് കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം. ഇടയ്ക്ക് എന്ത് പറ്റി? ആലപ്പുഴ പ്രൊബേഷൻ ഓഫീസർ ഇത് വന്നിട്ട് അങ്ങ് നിന്നുപോയി. എന്ത് പറ്റി? ഇതിൽ കിട്ടുന്നില്ലേ? നെറ്റ് പോയി സർ. ഓ അതാണല്ലേ, നെറ്റ് പോയിരുന്നു. അല്ല കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച എന്റെ തകരാറാണ്, എന്റെ തകരാറ് സംഭവിച്ചാണ്. എന്റെ ഇതിന്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പം 5, 6, 7 എന്നീ സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ പരിഗണനയിലേക്ക് വരണം എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നിങ്ങളുടെ പരിഗണനയിൽ വെക്കാനുള്ളത് ഈ ഒഫൻഡർ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 കുറ്റകരമായ പ്രവൃത്തി അല്ലെങ്കിൽ ഈ പ്രൊബേഷന്റെ സാധ്യത ആനുകൂല്യത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അയാളെ തിരികെ വിളിക്കാനും അയാളെ ശിക്ഷാക്രമത്തിന് വിധേയമാക്കുന്നതിനുമുള്ള സാധ്യത അയാളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള അല്ലെങ്കിൽ സൂചിപ്പിക്കാനുള്ളത്, പ്രൊബേഷൻ ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ മേൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം സയുക്തികമല്ല, അത് കാര്യകാരണ സഹിതമല്ല എന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ ഓഫീസർക്ക് തന്നെ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
പലപ്പോഴും നമ്മൾ ഇത് വേണ്ടത്ര ഉപയോഗിക്കാറില്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കുരിശ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് ചുമക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാൾ ഒരു പക്ഷേ നമ്മളുടെ അത്തരം ഒരു ഇന്റർവെൻഷനിലൂടെ ആയിരിക്കും അയാളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റം, ഒരു വ്യതിയാനം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ആ സാധ്യത ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ഇക്കാര്യത്തിൽ നിർവികാരമായി നിശ്ചലമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിന് ആ സാധ്യത നിഷേധിക്കപ്പെടും, ഇല്ലാതാക്കപ്പെടും എന്നുള്ളത് കൂടി നിങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്തയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഇതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ക്രിമിനൽ പ്രൊസീജിയറും പ്രൊബേഷൻ പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം? അത് നിങ്ങളെ ആവർത്തിച്ച് ഒന്നുകൂടി ഉറപ്പുവരുത്തിക്കൊണ്ട്, കാരണം നമ്മൾ രണ്ടു കൂട്ടരും ഇത് കൈകാര്യം ചെയ്യുന്നവരാണ്, ഏത് സന്ദർഭത്തിലും ഇതിൽ നിന്ന് ഒന്നിലേക്ക് വഴുതി പോകാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരു ജനറൽ പ്രൊവിഷനാണ്. പക്ഷേ CRPCയുടെ കീഴിൽ വരുന്ന ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന സംവിധാനം എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രായത്തിന്റെ കാര്യത്തിലുണ്ട്, പദവിയുടെ കാര്യത്തിലുണ്ട്, അതുപോലെ തന്നെ ശിക്ഷാക്രമത്തിന്റെ കണ്ടീഷൻ അക്കാര്യത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഒഫൻഡർ അല്ലെങ്കിൽ പ്രഥമ കുറ്റ ആരോപിതനാവണം എന്നുള്ള സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഒഫൻസ് അല്ലെങ്കിൽ പ്രീവിയസ് കോണ്ടാക്ട്, അയാളുടെ കോണ്ടാക്ട് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഘടകവും പ്രധാനമായി വരുന്നു. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ CRPCയിൽ ഈ സാധ്യതയുള്ളൂ. പക്ഷെ പ്രൊബേഷനിൽ അത്തരത്തിലുള്ള കണ്ടീഷണാലിറ്റീസ് നമുക്ക് ഗൗരവമല്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ആ സാധ്യത കൊടുക്കാം. അവിടെയാണ് ഞാൻ ഇതിനെ ഒരു അവകാശം എന്ന നിലയിൽ കരുതണം എന്നുള്ളത് പറയുന്നത്. ഈ പ്രൊസീജിയർ സംബന്ധിച്ചും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, പ്രീ സെന്റൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്. അത് പ്രൊബേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സഗൗരവം അതിനെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കണ്ടീഷൻ ഇമ്പോസ് ചെയ്തിട്ടോ അല്ലാതെയോ ഉള്ള പ്രൊബേഷനിൽ സൂപ്പർവിഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സൂപ്പർവിഷൻ അതും പ്രൊബേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്വമാണ്. ഡിസ്ചാർജ് ഓഫ് ഒഫൻഡർ എന്ന് പറയുന്നത് അത് കോടതിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എലിമെന്റ് ആണ്. അക്കാര്യത്തിൽ കോടതിക്ക് ജുഡീഷ്യസ് ആയിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ്. കമ്മ്യൂണിറ്റി സർവീസ് ആണ് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത. അതായത് ഈ പരിവർത്തന പ്രവർത്തനത്തിന്റെ പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ കമ്മ്യൂണിറ്റിയുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കാവുന്ന ഒട്ടേറെ സാധ്യതകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ജുവനൈൽ ആണ് എന്ന് ഇരിക്കട്ടെ, ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിന് വിധേയമാകുന്ന അയാൾക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷന്റെ സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ള നിസ്സഹായമായി നിന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. പക്ഷെ വല്ലാതെ രോഷത്തോടെ നമുക്ക് പ്രതികരിക്കേണ്ട സാഹചര്യം വരാറുണ്ട്. ഇങ്ങനെ നിയമത്തോട് വൈരുദ്ധ്യം കാണിക്കുന്ന, വിമുഖത കാണിക്കുന്ന കുട്ടികൾ പലപ്പോഴും കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികളാണ്. അവര് ഇങ്ങനെ ഒരു ആരോപണ വിധേയരായി വന്നു എന്നുള്ളത് മാത്രം അവർക്ക് കിട്ടേണ്ടുന്ന കെയറും പ്രൊട്ടക്ഷനും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ആവർത്തിത കുറ്റകൃത്യ പ്രക്രിയയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ നിർണായകമായ പ്രസക്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്, പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും. അതിൽ ഞാൻ ചിലത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ വേണ്ടത്ര കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അഭാവം, അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഇത് സമയബന്ധിതമായി ജുഡീഷ്യയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ള പരിമിതി, ജുഡീഷ്യൽ ഓഫീസർ ഇതിന്റെ റീസൺ സൈറ്റ് ചെയ്യാതെ തീരുമാനമെടുക്കുന്നതിന്റെ പ്രശ്നം, അതുപോലെ തന്നെ സമൂഹം ഇതിന് പ്രാപ്യമായിട്ടില്ല. ഏറ്റവും ഗൗരവമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന വിമർശനം, അത് നിയമവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പറയുന്നതല്ല, പ്രക്രിയയിൽ വരുന്ന ഒരു വിമർശനമായിട്ടാണ്. നമ്മളിപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊബേഷനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. ഇത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ്, പ്രവർത്തനമാണ്, ഇടപെടലാണ് എന്ന ഉത്തരവാദിത്വം നമുക്ക് ആവർത്തിച്ചുറപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിയമത്തിന്റെ വളരെ ആദ്യം ജോമോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു എന്താ പറയാ റിട്രോസ്പെക്ട് മാത്രമാണ്.
ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രായോഗികമായി ഇതിന്റെ ഒട്ടേറെ ഘടകങ്ങൾ ഉയർന്നു വരും. ആ പ്രായോഗികമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇടപെടാൻ കഴിയണം, സാധൂകരിക്കാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് സൂചിപ്പിച്ച് നിർത്തുന്നു. ഇനി നമുക്ക് ഡിസ്കഷനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറിനോട് അത് ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. കാരണം അത്രയും നല്ലൊരു ആളെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം അത്രത്തോളം കാര്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുർകുമാർ സാറ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സർ മ്യൂട്ടാണ്, സർ മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ അടുത്ത സംശയം വരാനുള്ള കാര്യം ഒന്നും പറഞ്ഞില്ല, വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രൊഫഷനെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുക. ഇതുമായിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് കൂടി വളരെ ലളിതമായ രീതിയിൽ, എന്നാൽ വളരെ വിശദമായ രീതിയിൽ ആഴത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് സാറ് സംസാരിച്ചു. ഒരു പ്രൊബേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചെറിയൊരു ആശങ്ക സാറ് സൂചിപ്പിച്ചതിൽ നിന്ന്, ഇതൊരു ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു നിയമമാണ്. തീർച്ചയായിട്ടും അവകാശാധിഷ്ഠിത സമീപനത്തോടു കൂടി കൊണ്ടുപോകേണ്ട ഒരു നിയമമാണ്. പക്ഷേ 1958 ഈ നിയമത്തിലെ പ്രൊവിഷൻസ് നാം പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം അവകാശാധിഷ്ഠിത സമീപനം ഈ നിയമത്തിന്റെ പ്രൊവിഷൻസ് അതിന്റെ പ്രയോഗത്തിനുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ സർ പറഞ്ഞോളൂ. സർ സുകുമാർ സർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. അബിൻ സർ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ട്. സുസാറിന്റെ മൈക്ക് മ്യൂട്ടായി. ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് സർ, ഇപ്പൊ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്. സർ പറഞ്ഞോളൂ. സർ ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇതൊരു അവകാശാധിഷ്ഠിത സമീപനത്തോടുകൂടി കൊണ്ടുപോകേണ്ട നിയമമാണ്. പക്ഷെ എത്ര ആളുകൾക്ക് ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നതാണ് ഈ ഒരു നിയമത്തിന്റെ ബെനിഫിറ്റ്. അപ്പൊ അതിൽ സാറ് സൂചിപ്പിച്ചു എല്ലാ കേസുകളിൽ ഈ പ്രൊബേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയാത്തതിന്റെ റീസൺസ് പല മജിസ്ട്രേറ്റുമാരും ജഡ്ജ്മെന്റിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഐ ആം നോട്ട് ഫൗണ്ട് എനി റീസൺ ടു അപ്ലൈ ദ ബെനിഫിറ്റ് ഓഫ് പ്രൊബേഷൻ അല്ലെങ്കിൽ ടു അപ്ലൈ ദ പ്രൊവിഷൻസ് ഓഫ് പ്രൊബേഷൻ എന്നാണ്. അപ്പോൾ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രൊബേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തത് സംബന്ധിച്ചിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് അത് എങ്ങനെയാണ് ആ കാരണം കണ്ടെത്താൻ കഴിയാത്തത്? ഒരു പ്രീ സെന്റൻസ് എൻക്വയറി റിപ്പോർട്ട് ചോദിക്കാതെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ലല്ലോ. അപ്പൊ രണ്ടാമത് സെക്ഷൻ 4 സബ്സെക്ഷൻ 2 any order under subsection 1 the court shall take into consideration the report എന്നാണ്. അപ്പോൾ ഈ പ്രൊവിഷൻസ് അനുവദിക്കാൻ കഴിയത്തില്ല എങ്കിലും ഈ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ സെക്ഷൻ 4ന്റെ ബെനിഫിറ്റ് കൊടുക്കാൻ കഴിയാത്ത ഒരു കക്ഷിയാണെന്ന് ജുഡീഷ്യൽ ഓഫീസർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അവർ ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പ്രീ സെന്റൻസ് എൻക്വയറി, പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് മാൻഡേറ്ററി ആയിട്ട് കോൾ ഫോർ ചെയ്യേണ്ടതല്ലേ സെക്ഷൻ 4ലും എന്നുള്ളതാണ് എൻ്റെ ഇതിൻ്റെ സംശയം. സാർ കേട്ടിട്ടുണ്ടോ?
സാർ മൈക്ക് മ്യൂട്ടാണ് സാർ. സോറി, ഞാൻ ഇതിന്റെ സഹജമായ സ്വഭാവത്തിന് പോകുന്നതാണ് കേട്ടോ, ക്ഷമിക്കണേ. സാധാരണ നമ്മുടെ ക്ലാസ് പോലെ തന്നെ പറഞ്ഞു പോകുന്നതാണ്. ജോമോൾക്കൊക്കെ അറിയാം അല്ലേ ജോമോളെ? എത്ര കാര്യം. അപ്പൊ അങ്ങ് പറയാൻ ശ്രമിച്ചത് ഞാൻ അവതരിപ്പിച്ച പോയിന്റിനെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലേ? അല്ല അതെ സാർ ഒരു സെക്ഷൻ 4ന്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞതാണ്. സാറ് പറഞ്ഞല്ലോ ഈ പല ജഡ്ജ്മെന്റുകളിലും മജിസ്ട്രേറ്റുമാരെ എഴുതാറുണ്ട്, ഐ ആം നോട്ട് ഫൗണ്ട് എനി റീസൺ ടു അപ്ലൈ ദ പ്രൊവിഷൻസ് ഓഫ് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട്. അങ്ങനെ പറയണമെങ്കിൽ പ്രീസെന്റ് ആൻഡ് സെൻകെയർ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാതെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഇത് തമ്മിൽ ഞാൻ പറഞ്ഞ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് എന്റെ പരിമിതിയാട്ടോ, എന്റെ ന്യൂനതയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്, ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ജുഡീഷ്യൽ ഓഫീസർ ഞാൻ ഇതിന് കാരണമൊന്നും കാണുന്നില്ല എന്തിന് ഇത് അപ്ലൈ ചെയ്യാൻ എന്ന് പറയലല്ല. അതെനിക്ക് വളരെ ലളിതമായി പറയാം. പ്രൊബേഷൻ അനുവദിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല എന്ന് പറയാൻ എനിക്ക് വളരെ എളുപ്പമാണ്, സൗകര്യം. മറുഭാഗത്ത് ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. ഈ കേസിൽ, എന്റെ മുമ്പിലുള്ള ഈ കേസിൽ പ്രൊബേഷന് സാധ്യതയുണ്ട്, അയാൾ അർഹനാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ട് അയാളുടെ മുമ്പിൽ. പക്ഷെ ഞാൻ എന്ത് കൊടുക്കുന്നില്ല? പ്രൊബേഷൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതിന് എന്ത് കാരണം എന്നാ പറയേണ്ടത്. എന്റെ വാദം മനസ്സിലായോ? നിങ്ങൾക്ക് ബോധ്യമായ എന്റെ വാദം എന്താ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ റിപ്പോർട്ട് കൂടി ചെയ്യേണ്ടതില്ലേ? സെക്കൻഡറി, അത് രണ്ടാമത്തെ സ്റ്റേജാ. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മനസ്സിലായോ? ജുഡീഷ്യൽ ഓഫീസർ മറ്റേ പറഞ്ഞാൽ പോരാ, ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യാൻ എനിക്ക് യുക്തമായ കാരണം കാണുന്നില്ല എന്നല്ല പറയേണ്ടത്. അതാ ഞാൻ നിയമം വ്യാഖ്യാനിക്കുന്നത്. ഇത് കൃത്യമായി ഞാൻ നിയമത്തിന്റെ വ്യവസ്ഥയെ നിങ്ങളുടെ മുമ്പിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. അയാൾ പറയേണ്ടത്, ജുഡീഷ്യൽ ഓഫീസർ പറയേണ്ടത് എന്താണ്? ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യാൻ എനിക്ക് കാരണമൊന്നും കാണുന്നില്ല എന്നല്ല പറയേണ്ടത്. എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നു എന്നാ പറയേണ്ടത്. വ്യക്തമായോ എന്റെ വാദം? രണ്ടും ഗണ്യമായ വ്യത്യാസമുണ്ട്. അത് ഈ പോയിന്റ് സ്ഥാപിക്കാൻ തന്നെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ കഴിഞ്ഞാൽ വലിയ മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ അങ്ങ് പറഞ്ഞതിലേക്ക് ഞാൻ രണ്ടാമത്തെ ഭാഗം എത്തി. ഏത്? എന്തുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ ആ ആളിന്റെ മുമ്പിൽ എന്ത് വേണം? അദ്ദേഹം നേരിട്ട് പോയി ഇത് പരിശോധിക്കുന്നൊന്നുമില്ല. ഇയാളുടെ പശ്ചാത്തലമോ അയാളുടെ മുൻകാല സ്വഭാവ സവിശേഷതകളോ ഇങ്ങനെ കൃത്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളോ സാധ്യതകളോ ഒന്നും ആരും നേരിട്ട് പരിശോധിക്കുന്നില്ല. തന്റെ മുമ്പിലുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ആരുടെ മുമ്പിൽ? ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ. അവിടെയാണ് അങ്ങ് പറഞ്ഞ റിപ്പോർട്ട് അതിപ്രധാനമാവുന്നത്, അതീവ ഗൗരവതരമായ പോയിന്റായി മാറുന്നത്. ക്ലിയർ ആയോ എന്റെ വാദം? അതെ സാർ, മനസ്സിലായി. അപ്പോ നമ്മൾ രണ്ടുപേരും പറഞ്ഞത് കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ആണ്. അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് പറയേണ്ടത്. ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല, അതിന് കാരണമൊന്നും കാണുന്നില്ല, അപ്ലൈ ചെയ്യാൻ കാരണമൊന്നും കാണുന്നില്ല എന്നല്ല. മാറിച്ചുള്ള മറ്റേ സൈഡ് അത് വളരെ ഗൗരവമായ കാര്യമാണ്, അതിലേക്ക് നമുക്ക് പോകാനുണ്ട്. പക്ഷെ നല്ല പ്രയാസമാണ് നമ്മുടെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ സിസ്റ്റത്തിന്റെ അവസ്ഥ, സിസ്റ്റത്തിനെതിരായി പ്രവർത്തിക്കലാണല്ലോ നമ്മുടെ ജോലി, സിസ്റ്റത്തിനെ മാറ്റിയെടുക്കലാണല്ലോ നമ്മുടെ പണി. അപ്പോഴാണല്ലോ സാമൂഹ്യ മാറ്റം വരുന്നത്, പരിഷ്കരണം വരുന്നത്. അങ്ങനെ നോക്കാം, നമുക്ക് ചെറിയൊരു പരിശ്രമത്തിലേക്ക് പോകാം. കുറച്ച് പാടുപെട്ടാൽ മാറ്റം വരും എന്ന് കരുതാം. ഓക്കെ, എന്റെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ? ഹലോ സർ. പറഞ്ഞോ. ഹലോ സർ, ഞാൻ ആലപ്പുഴ പ്രൊബേഷൻ ഓഫീസറാണ്. എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത്, എനിക്ക് ഇടയായിട്ട് ഒരു പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടൊരു കോടതിയിൽ നിന്ന് വന്നിരുന്നു. ഒരു ക്രിമിനൽ അപ്പീലിന്റെ പുറത്തുള്ള പി ആണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് അന്വേഷിച്ച്, പിന്നെ വീടും പരിസരമൊക്കെ അന്വേഷിച്ച് ഇവന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോൾ ഇയാൾക്ക് കുറേയധികം കേസുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഈ പി ചോദിച്ചിരിക്കുന്ന ആ ക്രൈമിൽ ഓൾറെഡി ഇയാൾ 1 വർഷം ശിക്ഷ അനുഭവിച്ച് പുറത്ത് വന്നിട്ട് 1 വർഷമായി. അപ്പൊ ഇങ്ങനെയുള്ളൊരു കേസിൽ ഒരു പ്രൊബേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ
എങ്ങനെ കോടതിക്ക് പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ടിന്റെ സെക്ഷൻ 4 ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമോ കഴിയില്ലയോ? ഇതാണ് എൻ്റെ ഒരു അല്ല, അത് ശരിയാ. ഞാൻ അതുകൊണ്ടാണ് ഈ CRPCയുടെ വ്യവസ്ഥയും പ്രൊബേഷന്റെ വ്യവസ്ഥയും തമ്മിൽ മൗലികമായുള്ള ഒരു അന്തരം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് എടുത്തിടാൻ ശ്രമിച്ചത്. വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞത്. CRPCയുടെ സാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. പ്രാഥമിക ഒഫൻഡർ അല്ലെങ്കിൽ അക്യൂസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ശിക്ഷയുടെ സാധ്യത അളവനുസരിച്ച് അത് ലിമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒത്തിരി ലിമിറ്റേഷൻസ് വരും. ഇയാളുടെ മുൻകാല പശ്ചാത്തലം പരിശോധിക്കേണ്ടതായിട്ട് വരും. പരിശോധിക്കുമ്പോൾ നേരത്തെ ഓഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അത് താരതമ്യേന പരിമിതപ്പെടും അതിന് സാധ്യത. പക്ഷെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഇയാളെ പരിഷ്കരിക്കുന്നതിനുള്ള ഒരു സാധ്യത, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രക്രിയയിലൂടെ അയാളെ പരിഷ്കരിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ്. അവിടെയാണ് ഇങ്ങനൊരു കുറ്റവാളിയാണെങ്കിൽ പോലും, നേരത്തെ കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അയാളെ കമ്മ്യൂണിറ്റി സർവീസിൽ ഏർപ്പെടുത്തിക്കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപാധികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടോ നമുക്ക് പരിവർത്തന വിധേയമാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ചെയ്തിട്ടുള്ള കൃത്യത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചുകൊണ്ട് പിന്നെ ആരോപിക്കപ്പെടുന്ന കൃത്യത്തിന്റെ, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് പൂർണ്ണമായി പറയുന്നില്ല, അത് വേറൊരു ഘട്ടത്തിൽ തെളിയിക്കപ്പെടുന്നതാണ്, ആരോപിക്കപ്പെടുന്ന കൃത്യത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചുകൊണ്ട് പ്രൊബേഷന്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാം. പ്രൊബേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ അതിനകത്ത് പരിമിതിയൊന്നുമില്ല. ഇല്ല സാർ, അത് അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഈ പ്രിലിമിനറി ഇത് ആവശ്യപ്പെട്ട് ആ കേസിൽ അയാൾ 1 വർഷം ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു. ഒരു വർഷവും കഴിഞ്ഞതിന് ശേഷം ഒരു ക്രിമിനൽ ഈ സെയിം പോലീസ് ക്രൈമിൽ സെയിം CC-യിൽ പിന്നെ പ്രിലിമിനറി എൻക്വയറിയാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്തു വന്നപ്പോൾ ഇയാൾ കൊച്ചു തെറ്റുകളൊക്കെ ചെയ്തു. ആ കേസുകളെല്ലാം ഓൾറെഡി ഡിസ്പോസ്ഡ് ആണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു കേസിന് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയും? ഓൾറെഡി ഇയാൾ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ട് പ്രൊബേഷന്റെ സാധ്യത ആ കേസിൽ പ്രൊബേഷന്റെ സാധ്യത അയാൾക്കില്ല. ആ കേസിൽ അങ്ങനെ എന്താണ് ഈ കോടതിക്ക് പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് ആവശ്യപ്പെടാൻ കോടതിക്ക് ഇടയായ കാരണം എന്തായിരിക്കും? സ്വാഭാവികമായും വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതിലെ കേസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഇന്നതാണ് സ്പെസിഫിക് റീസൺ എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഈ ഇത്തരത്തിലുള്ള കേസ് ഒരുപക്ഷെ ജുഡീഷ്യൽ ഓഫീസർ CRPCയുടെ സാധ്യതയ്ക്ക് പകരം പ്രൊബേഷന്റെ ഒരു സാധ്യത, ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പരിഷ്കൃതമായ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാളെ പരിവർത്തനം ചെയ്യാനുള്ള ഒരു മെക്കാനിസത്തിലേക്ക് അയച്ചാൽ ഉപാധി ഗുണപ്പെടുമോ എന്ന ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകിയതാവാനാണ് സാധ്യത. സർ, ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ 1 വർഷം ഒരു കോടതി ഒരാളിനെ ആ കേസിൽ 379 കേസിൽ ജയിൽവാസം അനുഭവിച്ചും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് വീണ്ടും ആ കേസിൽ അയാളുടെ പ്രൊബേഷനിൽ വിടുന്നതായാലും ശരി, പരിവർത്തനം ചെയ്യുന്നതിനായാലും ശരി, പിന്നെ എങ്ങനെ കഴിയും? ആ സ്പെസിഫിക് കേസിൽ കഴിയത്തില്ല. സ്പെസിഫിക് കേസിൽ സാധ്യതയില്ല. അതിലയാളെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞല്ലോ, അനുഭവിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ കോടതി സ്വാഭാവികമായി ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു എന്നുള്ളത് മാത്രമേ കാണാൻ കഴിയൂ. സുൽകുമാർ സാർ ഒന്ന് ഇടപെട്ടോട്ടെ. ഷാജഹാൻ സാറേ, ഇത് കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? കോടതിയിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ? കോടതിയിൽ വന്ന നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പോയി അന്വേഷിക്കുന്ന ഒരു ഉചിതമായ മാർഗം അല്ലാത്തതുകൊണ്ട് അതല്ല, ഒന്ന് രണ്ട് കാര്യം. ചിലപ്പോ ഈ റിമാൻഡിൽ കിടന്നുകൊണ്ട് അയാൾ തടവ് ശിക്ഷ അനുഭവിച്ചെന്ന് പറഞ്ഞതാണോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. റിമാൻഡ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് റിമാൻഡ് പീരീഡിൽ ചിലർ പറയാറുണ്ട്, ഞാൻ തടവിൽ കിടന്നു എന്ന് പറയാറുണ്ട്. അത് അതിന്റെ ജയിലിൽ നിന്ന് ഞാൻ അതിന്റെ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ C നമ്പരും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1 വർഷത്തോളം ശിക്ഷ അനുഭവിച്ച് കിടന്നു. അങ്ങനെയുണ്ടെങ്കിൽ കൺസേൺഡ് കോടതിയുമായി ബന്ധപ്പെടുക. കോടതിയിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ 2 കേസ് ഉണ്ടാവും. ആദ്യത്തേതിനകത്ത് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും, രണ്ടാമത്തെ കേസായിരിക്കാം അതിനകത്ത് ഈ ക്രൈം നമ്പറും ഈ പറഞ്ഞ CC നമ്പറിലുള്ള സാമ്യതയായിരിക്കാം ചിലപ്പോൾ ഉണ്ടായത്. കോടതിയുമായി ബന്ധപ്പെട്ടത് കറക്റ്റ് ചെയ്യുക. കോടതി ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കോടതിയും പിന്നീട് എൻക്വയറി റിപ്പോർട്ട് ചോദിക്കില്ല.
ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. ആ അപ്പൊ ചിലപ്പോൾ അയാൾക്ക് രണ്ടാമത്തെ കേസ് ഉണ്ടാകും. രണ്ടാമത്തെ കേസില് ആദ്യത്തെ കേസിലെ CC നമ്പർ ആയിരിക്കും വന്നിട്ടുള്ളത്. അങ്ങനെ ഒന്ന് കോടതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും, ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഓക്കെ. എനിവേ അയാളിനും ഈ മറ്റു കേസൊന്നുമില്ല. ബന്ധപ്പെട്ട പിന്നെ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പറിലാണ് ഈ പി ചോദിച്ചത്. ഈ പിന്നെ CC നമ്പറിൽ ഓൾറെഡി ഇയാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങയുടെ ചോദ്യത്തില് രണ്ട് കാര്യങ്ങളാണ്. കോടതിയിൽ നമുക്ക് അന്വേഷിക്കാം. കോടതി അല്ല, അതില് അദ്ദേഹത്തിനുള്ള ഒരു പ്രയാസം കോടതി അലക്ഷ്യമോ അല്ലെ അതുപോലുള്ള ഒരു കാര്യമായിട്ട് പരിശോധിക്കപ്പെടുമോ എന്നുള്ളതാണ്. അതല്ല, ഞാൻ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. കോടതി നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അതിന്റെ സാഹചര്യം നമ്മൾ വേറെ പരിശോധിക്കാം. ഈ കേസിൽ തന്നെയാണോ അല്ലെ അയാൾ റിമാൻഡിലായിരുന്നോ, വിചാരണയുടെ കാലയളവിലായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് പരിശോധിക്കാം. പക്ഷേ അന്ന് പറഞ്ഞതാണ് വസ്തു സാഹചര്യമെങ്കിൽ അയാൾ ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടു, വിധി പ്രഖ്യാപിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട വിചാരണ തടവുകാരനായിരുന്നെങ്കിൽ കാര്യമില്ല. വിചാരണയുടെ സമയത്ത് അയാൾ ജയിലിൽ കിടന്നു എന്നുണ്ടെങ്കിലും ശിക്ഷയല്ല, ശിക്ഷ പിന്നീടാണ് വിധിക്കപ്പെടുക. വിചാരണ കാലയളവിൽ അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു പോയിട്ടുണ്ട്, അത് അയാൾ തടവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സാഹചര്യമല്ല. ശിക്ഷിക്കപ്പെടുന്നു, ചെയ്യപ്പെടുന്നു. ഞാനത് പറയാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ശിക്ഷിക്കപ്പെട്ട കാലയളവിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രവേശനത്തിന്റെ സാധ്യത ആ കേസിലില്ല. മറിച്ച് വിചാരണയുടെ പശ്ചാത്തലമാണ് എന്നുണ്ടെങ്കിൽ ആ വിചാരണ കാലയളവ് അയാൾ ശിക്ഷയായിട്ട് അങ്ങ് കഴിഞ്ഞു പോയി, 1 വർഷത്തിലേറെ അയാൾ കഴിഞ്ഞു, 1 വർഷമേ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പ്രശ്നമായിട്ട് അതിനെ കാണാൻ കഴിയുന്നുള്ളൂ. ഡിലേഡ് പ്രൊസീജിയർ ആണ് അതിന് കാരണമാക്കുന്നത് എന്നുള്ള അത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പ്രവേശനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഒരാളിനെ അങ്ങനെ കിടത്താൻ പാടില്ല എവിടെ, അതാണ് നമ്മൾ പറയുന്നതിന്റെ ന്യായം അല്ലെങ്കിൽ യുക്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യത്തില് ഈ ശിക്ഷിക്കപ്പെട്ട കാലയളവാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പ്രവേശനം അല്ല, അത് ഉറപ്പാണ് സാർ, അത് ഉറപ്പാക്കിയിട്ടുണ്ട് സാർ. പിന്നെ ആ കേസിൽ പിന്നെ പ്രവേശനത്തിന്റെ സാധ്യതയില്ല. അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ശരി, റിപ്പോർട്ടിൽ പറയാനുള്ളേ ഉള്ളൂ, റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ പറയാനേ പറ്റും. ഓക്കെ സാർ, അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. സാർ ഒരു സംശയം സാർ, നമ്മൾ ഇപ്പൊ അവകാശാധിഷ്ഠിതത്തിലാവുമ്പോൾ സെക്ഷൻ 4 എന്തുകൊണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മജിസ്ട്രേറ്റുമാര് അവകാശം ചോദിച്ചില്ല, അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം കൂടെ വേണ്ടി വരില്ലേ സാർ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ പിന്നെ മൈക്ക് ഓഫ് ആയിട്ടുണ്ട് സാർ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട്. പിന്നെ എത്ര വലിയാനും നന്നാവാത്ത കുട്ടിയാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഇവിടെ വരുന്നത്. അവിടെയാണ് ആ മോണിറ്ററിംഗ് ആണ് നമ്മുടെ റിപ്പോർട്ട്. ജുഡീഷ്യൽ ഓഫീസർ റിപ്പോർട്ട് തേടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണ് ഇയാൾ കൊടുക്കാൻ അർഹനമാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയുക. അല്ലാതെ ഒരു റീസൺ സൈറ്റ് ചെയ്യാൻ അത് റീസൺ ആയിരിക്കില്ല, ഫലപ്രദമായ റീസൺ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടുത്തെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടാണ്, പ്രീ ഡിസിഷൻ റിപ്പോർട്ടാണ്. അപ്പൊ അത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അതാണ്. അപ്പൊ ജുഡീഷ്യൽ ഓഫീസർ ആ കേസിൽ കൃത്യമായി ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ട് പരിഗണിക്കുകയും പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, അതിന് ഇന്ന റീസൺസ് ആണുള്ളത് എന്ന് പറയുക. അല്ലാതെ എനിക്ക് കാണുന്നില്ല കൊടുക്കാൻ എന്ന് പറയലല്ല വേണ്ടത്. അത് വളരെ പെട്ടെന്ന് പറയാം. ഞാൻ ആവർത്തിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരാകുമ്പോൾ നമുക്കിപ്പോ ഒരു പ്രൊബേഷൻ ഓഫീസർ ലെവലിൽ നിന്നിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജുഡീഷ്യൽ ഓഫീസർക്കായാലും പ്രൊബേഷൻ ഓഫീസർക്കായാലും നിയമത്തിന് വിധേയപ്പെട്ടേ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. പാർലമെന്റ് അംഗീകരിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമമാണ് അവിടെ ഉള്ളത്. ആ നിയമം പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരല്ലേ? അത് ഹൈയാർക്കി നോക്കുമ്പോ എങ്ങനെ നമ്മള് ഒരു അംഗീകരിക്കണം, അന്ന് പറഞ്ഞ പ്രശ്നം അംഗീകരിക്കും. പക്ഷെ ആ ഹൈറാർക്കി എന്തിനാ സെറ്റ് ചെയ്തിരിക്കുന്നത്? നിയമം പാലിക്കാനാണ്. അത് അവരുടെ ബോധ്യത്തിലേക്ക് കൂടെ കൊണ്ടുവരണം. ഇപ്പൊ ആ ബോധ്യത്തിൽ പലപ്പോഴും അവർ നിൽക്കുന്നില്ല എന്നുള്ള അതിന് അവരുടേതായ പല യുക്തികളും കാരണങ്ങളും കാണും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
അതിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുകയും ആ യുക്തിയെ നമുക്ക് മറ്റൊരു യുക്തി കൊണ്ട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യാം. നമ്മൾ ഈ നടത്തുന്ന പരിശ്രമങ്ങൾ അത്തരം സയുക്തികമായ ഇടപെടലിനുള്ള ഒരു വഴി തുറക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. ക്രമേണ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത്. നമ്മൾ ഈ ചർച്ച തന്നെ അത്ര ഒരു സാധ്യതയല്ലേ? നേരത്തെ അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. അങ്ങനെ അല്ല, തിരിച്ചാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴായിരിക്കും അവരതിലേക്ക് മാറുന്നത്. ഇപ്പൊ അവർ മറ്റേതിലാണ് നിൽക്കുന്നത്. പതുക്കെ ഇതിലേക്ക് വരും എന്നുള്ള അത് നമ്മൾ ഒരു റൈറ്റ് ആണ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ റൈറ്റ് ആണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. കുറ്റം ചെയ്തതായിട്ട് റൈറ്റിനെ കുറിച്ച് പറയാൻ നടക്കുന്നു, അല്ലാത്തവരെ കുറിച്ച് പരിശോധിക്കുന്നില്ല എന്നായിരിക്കും ആദ്യം എടുക്കുന്നത്. അങ്ങനെയല്ല, തിരിച്ച് ഒരവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ കൊണ്ടുവരികയാണ് സംഭവിച്ചത്. അത്തരത്തിലാണ്. ഓക്കെ, ജോമോളെ അവസാനിപ്പിക്കാം. മറ്റാർക്കും സംശയങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. വിളി വന്നു, അതുകൊണ്ടാണ് കൃതജ്ഞത അർപ്പിക്കാനായിട്ട് അന്ന ബേബി ഈ കോഴ്സിന്റെ കോർഡിനേറ്റർ ആണ്. അനുവിനെ ക്ഷണിക്കുന്നു. അനു. Good evening, one and all. Expressing gratitude is always a pleasant thing for one who is expressing it and to whom it is expressed. On this August occasion, with great privilege, I would like to thank Dr. Sruth Kumar sir, member of Kerala State Legal Service Authority. Sir, thank you so much. Your class was really fruitful and informative. So we would like to thank you, sir. And also, I take this opportunity to thank various district probation officers, especially Venu V. Nair sir. He has delivered the welcome address, and also Ebin sir, and various other members from various districts. And also I extend this opportunity to thank various DSLA members, the LJRF coordinators and other representatives from LJRF. And also I would like to thank the technical side, especially Abjasri Raja Bahas. Without proper technical control, this program is not going to be a worthy one. And also I would like to thank Jomol, our supervisor. And also I extend my heartfelt gratitude towards all of the participants, because without participants this program is not going to be a grand success. Thank you so much everyone. നന്ദി അനു. സൂർ സാർ ഇപ്പോഴും മ്യൂട്ടാണ്. സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളെ ഉപദ്രവിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇല്ല സാർ, ഒരിക്കലും ഇല്ല. താങ്കളുടെ സാറിന്റെ ക്ലാസ് അത്രത്തോളം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇന്ന് ഈ പരിപാടിയിൽ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഏവർക്കും അത് ബോധ്യമായതുമാണ്. അവരത് ആസ്വദിച്ച് കേട്ടിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉപയോഗപ്പെട്ടെങ്കിൽ നന്ദി. ഞങ്ങളാണ് വീണ്ടും നമുക്ക് കാണാം. സന്തോഷം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. Thank you very much. Thank you.